മധ്യ കേരളത്തിൽ തൃശ്ശൂർ ജില്ലയിലേക്ക് പോകേണ്ടതുണ്ട്. തൃശ്ശൂരിലെന്നല്ല, കേരളത്തിൽ തന്നെ ഇത്തവണ ഏറ്റവും ശ്രദ്ധേയമായ മണ്ഡലം ഏതാണ്? ഉറപ്പായി ഗുരുവായൂരാണ്. ഗുരുവായൂർ മുൻപൊരിക്കലും ഇല്ലാത്ത വിധത്തിൽ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടു. ആ ചർച്ച ചെയ്തതിന്റെ കാരണം എന്താണ്? നമ്മുടെ നടുക്ക് നിൽക്കുന്ന അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവനയാണ്. ഒരു ഹിന്ദു MLA ഉണ്ടായിട്ടില്ല എന്നൊരു പ്രസ്താവന. ഗുരുവായൂരിന്റെ മണ്ണിൽ, ശ്രീകൃഷ്ണന്റെ മണ്ണിൽ നിന്നും ഒരു ഹിന്ദു MLA ഉണ്ടായിട്ടില്ല എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസ്താവന. 980 ശേഷം ഹിന്ദു MLA ഉണ്ടായിട്ടുണ്ടോ എന്ന ചോദ്യം അത് കറക്റ്റാണ്. അതിനപ്പുറം അദ്ദേഹം മുന്നോട്ട് വെച്ച വളരെ പ്രസക്തമായ ഒരു ചോദ്യം അശ്വതി, 1980 ശേഷം കേരളത്തിലെ 2 പ്രധാനപ്പെട്ട മുന്നണികൾക്ക് അവിടെ ഒരു ഹിന്ദു സ്ഥാനാർത്ഥി ഉണ്ടായിട്ടില്ല. അതായത് എത്രത്തോളം വിചിത്രമാണ്. ഭഗവാൻ ഉണ്ണിക്കണ്ണന്റെ നാട്ടിൽ ഗുരുവായൂർ പോലെ ഭാരതത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രത്തിൽ 980 ശേഷം ഈ മണ്ഡലത്തിൽ ഒരു ഹിന്ദു സ്ഥാനാർത്ഥി പോലും ഉണ്ടായിട്ടില്ല. ഗൗതമിൽ നിന്നും കൃത്യമായ ഉത്തരം ലഭിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട് ഞാനൊരു ചോദ്യം അങ്ങോട്ട് ചോദിച്ചോട്ടെ. അതായത് ഈ പ്രസ്താവന വളരെ കൃത്യമാണ്, വ്യക്തമാണ്. പക്ഷേ ഗുരുവായൂർ മണ്ഡലത്തിന്റെ ആ ഒരു ചിത്രം പരിശോധിക്കുകയാണെങ്കിൽ അവിടെ ഗുരുവായൂർ ക്ഷേത്രം ഒഴിച്ച് ബാക്കിയുള്ള അവിടെയുള്ള ജനത കൂടുതലും മുസ്ലിം വിഭാഗമല്ലേ? അപ്പോൾ അതുകൊണ്ടായിരിക്കുമോ അങ്ങനെ സ്ഥാനാർത്ഥികളെ നിർത്തിയത്? അങ്ങനെ ഒരു മറുവാദം ഉന്നയിക്കാനുള്ള സാധ്യതയില്ലേ? അപ്പോൾ മതം നോക്കിയാണ് സ്ഥാനാർത്ഥികളെ നിർത്തുന്നത്? അല്ല, അപ്പോൾ ഈ ചോദ്യത്തിന് വളരെ ഒരു പ്രസക്തി ഉണ്ടല്ലോ. അശ്വതി പറഞ്ഞ പ്രസക്തമായ ചോദ്യമാണ് BJPയുടെ സംസ്ഥാന ഉപാധ്യക്ഷനായിട്ടുള്ള B. ഗോപാലകൃഷ്ണൻ ചോദിച്ചത്. അതായത് മുസ്ലിങ്ങൾ വോട്ടിന് ലക്ഷ്യമിട്ടുകൊണ്ട് മുസ്ലിം സ്ഥാനാർത്ഥിയെ മാത്രം അവിടെ മത്സരിപ്പിക്കുന്നു. അവർക്ക് എങ്ങനെയാണ് മതേതരത്വത്തെ പറ്റി സംസാരിക്കാൻ പറ്റുന്നത്? ഭാരതത്തിന്റെ ഭരണഘടനയിൽ തൊട്ട് സത്യം ചെയ്യുമ്പോൾ മതത്തിന്റെ അടിസ്ഥാനത്തിൽ ആളുകളെ വേർതിരിക്കില്ലെന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് എങ്ങനെയാണ് ശ്രുതി മതത്തിന്റെ അടിസ്ഥാനത്തിൽ സ്ഥാനാർത്ഥികളെ നിർത്താൻ പറ്റുന്നത്? അപ്പോൾ സ്വാഭാവികമായും വളരെ പ്രസക്തമായ ചോദ്യം ഒരു വാർത്താ സമ്മേളനത്തിലൂടെ ചോദിച്ച കൃത്യമായ ഉത്തരം നൽകാം. ഗൗതമിൽ നിന്നും ആ കൃത്യമായ ഉത്തരം പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ചോദ്യം മുന്നോട്ട് വെച്ചത്. ഒരുപാട് പേർക്കുള്ള സംശയമാണ് ഗൗതം, അതുകൊണ്ടാണ് ഞാൻ അതൊന്ന് ക്ലാരിഫൈ ചെയ്തത്. അതെ ശ്രുതി. അപ്പൊ നമുക്ക് നോക്കിയാലോ ആരൊക്കെ തമ്മിലാണ് അവിടെ മത്സരം നടക്കുന്നത്. NK അക്ബർ LDFന്റെ സ്ഥാനാർത്ഥി, B. ഗോപാലകൃഷ്ണൻ BJP സംസ്ഥാന ഉപാധ്യക്ഷനാണ്. അദ്ദേഹം അവിടെ NDAയുടെ സ്ഥാനാർത്ഥിയാണ്. ഒപ്പം UDFന്റെ CH റഷീദാണ്. ഈ തവണയും അവിടെ മുസ്ലിം സ്ഥാനാർത്ഥികളെ തന്നെ 2 പ്രബലമായ മുന്നണികൾ രംഗത്തിറക്കിയിരിക്കുന്നു. B. ഗോപാലകൃഷ്ണൻ അവിടെ NDA സ്ഥാനാർത്ഥിയായിട്ടുണ്ട്. നമുക്ക് 2021 ഗുരുവായൂരിൽ എന്താണ് സംഭവിച്ചത് എന്നത് വളരെ പെട്ടെന്ന് ഒന്ന് നോക്കാം. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ അവിടെ ഒരു പ്രത്യേക സാഹചര്യം അശ്വതി ഉണ്ട്. അതായത് ഞാനത് പറയാം. അതായത് നോക്കൂ, അവിടെ BJPക്ക് കഴിഞ്ഞ തവണ അവിടെ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നില്ല. അതായത് ഈ നോമിനേഷൻ സമർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് അവിടെ ചെറിയൊരു മിസ്റ്റേക്ക് സംഭവിച്ചതുകൊണ്ട് വളരെ ദൗർഭാഗ്യകരമായ ഒരു സംഭവമായിരുന്നു. കേരളത്തിലെ മുഴുവൻ BJP പ്രവർത്തകർക്കും അത് ഒരിക്കലും താങ്ങാനാവുന്നതല്ല, വേദനാജനകമായ ഒരു സാഹചര്യമായിരുന്നു. അതിനാൽ അന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവിടെ BJPക്ക് കാൻഡിഡേറ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ NK അക്ബർ 77,772 വോട്ട്, അതോടൊപ്പം തന്നെ KN ഖാദർ 58,804 വോട്ട്, ദിലീപ് നായർ DSJP ആണ് അവിടെ. കാരണം അവിടെ BJPക്കും NDAക്കും സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നില്ല. അതിനാൽ കഴിഞ്ഞ തവണ അവിടെ DSJP അവിടെ 3ാം സ്ഥാനത്തെത്തി. പക്ഷേ കാര്യമായ ഒരു ഇമ്പാക്റ്റ് ഒന്നുമില്ല. 6,294 KN ഖാദർ അവിടെ വിജയിച്ചില്ല. കാരണം ഈ KN ഖാദർ കുറച്ച് ഒരു ലിബറൽ സ്വഭാവമുള്ള മുസ്ലിം നേതാവാണ്. ഒന്ന് ഓർത്തോണം, അതിതീവ്ര മുസ്ലിം സ്വഭാവമില്ല, കുറച്ച് ലിബറലാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ തോപ്പിച്ചു. അപ്പം എന്താണ് ആ മണ്ഡലത്തിന്റെ പോക്ക് എങ്ങോട്ടാണെന്ന് നമ്മൾ ഗൗതം ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. SAR കഴിഞ്ഞ് നടന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഇത്. ഈ ഗുരുവായൂരിൽ ഏറ്റവും അധികം ഉള്ളത് പ്രവാസികളാണ്. പ്രവാസി വോട്ടുകൾ നിർണായകമാകുന്നത്. ഞാൻ പറഞ്ഞത് SARന് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ അതായത് കള്ളവോട്ടുകൾക്കൊക്കെ തടയിട്ടുകൊണ്ടാണ് ഇപ്രാവശ്യം തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അപ്പോൾ ഗുരുവായൂരിൽ ഇത്തവണ വ്യക്തമായ ഒരു ചിത്രം ലഭിക്കാനുള്ള സാധ്യതയുണ്ട് ഉറപ്പായിട്ടും. അപ്പോൾ നമുക്ക് 24 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കണക്കുകൾ കൂടി വളരെ പെട്ടെന്ന് നോക്കേണ്ടതുണ്ട്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഗുരുവായൂരിൽ സംഭവിച്ചത് അവിടെ UDFന് 57,925 വോട്ടും LDFന് 50,519 NDA അവിടെ 45,149. അതായത് അശ്വതി, സുരേഷ് ഗോപിയുടെ ഒരു ഇമ്പാക്ട് ഉണ്ടല്ലോ. അതായത് സുരേഷ് ഗോപി മത്സരിച്ച് വലിയ തോതിൽ അവിടെ വിജയം നേടുമ്പോഴും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ ജില്ലയിൽ BJP ലീഡ് ചെയ്യുമ്പോഴും ഗുരുവായൂരിൽ BJP ലീഡ് ചെയ്തിരുന്നില്ല.
അതാണ് ഗുരുവായൂരിൽ BJP പിന്തള്ളപ്പെട്ട് പോകുന്ന ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. ബാക്കി 6 മണ്ഡലങ്ങളിലും സുരേഷ് ഗോപിക്കാണ് ലീഡ് ഉണ്ടായിരുന്നത്. അതായത് തൃശൂർ ലോക്സഭാ സീറ്റിലെ 7 നിയമസഭാ മണ്ഡലങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ 6 BJP ലീഡ് ചെയ്തപ്പോൾ സുരേഷ് ഗോപിക്ക് ലീഡ് കിട്ടാതിരുന്ന ഏക മണ്ഡലമാണ് നമ്മൾ ഈ പറയുന്നത് ഗുരുവായൂർ. അപ്പോൾ അതെന്താണ് എന്നത് പരിശോധിക്കേണ്ടതുണ്ട്. പക്ഷേ ഈ തവണ BJP ഏറ്റവും ബെസ്റ്റ് കാൻഡിഡേറ്റിനെ അവിടെ ഇട്ടു. കേരളം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. ഈ തവണത്തെ സ്റ്റാർ സത്യം പറഞ്ഞാൽ B ഗോപാലകൃഷ്ണൻ തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. സാനു കെ സജീവ് ഞങ്ങളുടെ തൃശ്ശൂരിലെ പ്രതിനിധി വിശദാംശങ്ങളുമായി ചേരുകയാണ്. സാനു, ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കാര്യമാണ് ഞങ്ങൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നോക്കൂ, ഗുരുവായൂർ ലോക്സഭാ മണ്ഡലത്തിലെ 7 നിയമസഭാ സീറ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ ഗുരുവായൂർ ഒഴികെയുള്ള ബാക്കി എല്ലാ മണ്ഡലങ്ങളിലും സുരേഷ് ഗോപിക്ക് ലീഡ് ലഭിക്കുന്നു, BJPക്ക് ലീഡ് ലഭിക്കുന്നു. ഗുരുവായൂരിൽ ആ ലീഡ് BJPക്ക് ഉണ്ടാകുന്നില്ല. പക്ഷേ B ഗോപാലകൃഷ്ണന്റെ പ്രചരണം അതിശക്തമായിരുന്നു. അദ്ദേഹം മുന്നോട്ട് വെച്ച വിഷയങ്ങൾ ഹിന്ദുത്വ ദേശീയത ഉയർത്തിപ്പിടിച്ചു. ഗുരുവായൂരിന്റെ വികസന മുരടിപ്പ്, ഗുരുവായൂർ ക്ഷേത്രത്തെ എങ്ങനെയാണ് അവിശ്വാസികൾ ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കുന്നത്, ഇതെല്ലാം ഉയർത്തിപ്പിടിച്ചുള്ള പ്രചരണമായിരുന്നല്ലോ. അപ്പോൾ ഈ ശക്തമായ ത്രികോണ മത്സരത്തിൽ ആർക്കാകും നേട്ടമുണ്ടാകുക? ഒപ്പം ലോക്സഭയിൽ BJPക്ക് എന്തുകൊണ്ട് ഗുരുവായൂരിൽ ലീഡ് കിട്ടിയില്ല? സാനു. ഗൗതം, അശ്വതി, എന്തായാലും ഗുരുവായൂര് സംസ്ഥാനം ഒട്ടാകെ ഉറ്റുനോക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ്. തൃശ്ശൂരിലെ മറ്റു മണ്ഡലങ്ങളിലും അങ്ങനെ ശക്തമായിട്ടുള്ള ത്രികോണ പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ്. അതുപോലെ തന്നെ ഏറ്റവും അധികം ശ്രദ്ധയോടുകൂടി നോക്കുന്ന, അല്ലെങ്കിൽ ഏറ്റവും അധികം കേരള രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമായിട്ട് B ഗോപാലകൃഷ്ണന്റെ സ്ഥാനാർത്ഥിത്വത്തോടുകൂടി ഗുരുവായൂര് മാറി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് തന്നെയാണ് നമ്മൾ സൂചിപ്പിച്ചു വന്നത്. എന്തായാലും ആ ഗോപാലകൃഷ്ണൻ അവിടെ ഉയർത്തിയിട്ടുള്ള 1980 ശേഷം ഗുരുവായൂരിൽ സംഭവിച്ചിട്ടുള്ള, ഗുരുവായൂർ നിയമസഭാ മണ്ഡലത്തിന് സംഭവിച്ചിട്ടുള്ള മൂല്യച്യുതികൾ അവിടെ NDA സ്ഥാനാർത്ഥിയായിട്ട് ഗോപാലകൃഷ്ണൻ രംഗത്ത് വന്നതിന് തൊട്ടു പിന്നാലെ അവിടെ ഉയർത്തിക്കാട്ടിയിരുന്നു. അവിടെ ഇടത് വലത് മുന്നണികൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നത്, എന്താണ് അവരുടെ ആ സ്ഥാനാർത്ഥി നിർണയത്തിൽ അവരെ സ്വാധീനിക്കുന്ന ഘടകം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും സവിൽസരം പറഞ്ഞുകൊണ്ടാണ് ഗോപാലകൃഷ്ണൻ ഗുരുവായൂരിൽ സ്ഥാനാർത്ഥിയായിട്ട് രംഗത്ത് വരുന്നത്. തുടർന്ന് ഗോപാലകൃഷ്ണൻ മുന്നോട്ട് വെച്ചിട്ടുള്ള ആശയം ഏറ്റെടുത്തുകൊണ്ട് വലിയ രീതിയിലുള്ള ആളുകൾ ആ ഗോപാലകൃഷ്ണൻ്റെ ആ മുന്നോട്ട് വെച്ച ആശയത്തിന് പിന്നാലെ വരുന്നൊരു കാഴ്ച നമ്മൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടു എന്നത് യാഥാർത്ഥ്യമാണ്. അത് തന്നെ മാറാനായിട്ടുള്ള ഗുരുവായൂരിൻ്റെ മനസ്സ് വെളിവാക്കുന്നതായിരുന്നു ഗോപാലകൃഷ്ണൻ്റെ ആ ആശയങ്ങളോടുള്ള ആ ഗുരുവായൂരിലെ ജനങ്ങളുടെ ഒരു സാമീപ്യം, അല്ലെങ്കിൽ അവർ ആ ആശയത്തിന് പിന്നാലെ വന്ന ആ ഒരു വരവ്. അതുപോലെ തന്നെ ആ ആശയം മുന്നോട്ട് വെച്ച ഗോപാലകൃഷ്ണനെ തടുക്കാൻ വേണ്ടി ഇടത് വലത് മുന്നണികൾ കൊടിയുടെ നിറം മറന്ന് ഒന്നിക്കുന്നതും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഗുരുവായൂരിൽ കണ്ടു എന്നത് ആശ്ചര്യമാണ്. കാരണം ഇടത് വലത് മുന്നണികൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് കേരളത്തിന് പുറത്ത് എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത്, അതേ മുന്നണിയുടെ ഭാഗമായിട്ട് നിന്ന് മത്സരിച്ച് ഗോപാലകൃഷ്ണനെതിരെ കേസുകൾ ഫയൽ ചെയ്യുന്ന കാഴ്ചയും നമ്മൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ ഗുരുവായൂരിൽ നിന്ന് കണ്ടു എന്നുള്ളതും ഈ ഒരു ഭയത്തിൻ്റെ, അതായത് ഗോപാലകൃഷ്ണൻ ഉയർത്തിവിട്ടിരിക്കുന്ന, അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ NDA സ്ഥാനാർത്ഥി ഉയർത്തിവിട്ടിരിക്കുന്ന ആ മുദ്രാവാക്യം ഏറ്റെടുത്തുകൊണ്ട് വലിയ രീതിയിൽ ആളുകൾ സംഘടിക്കുന്നത്, അല്ലെങ്കിൽ അതിന് പിന്നാലെ എത്തുന്നത്, അത് ഇടത് വലത് മുന്നണികളുടെ കോട്ടകളിൽ വിള്ളൽ വീഴ്ത്തുമെന്നുള്ളൊരു കാര്യം ഉറപ്പായതോടുകൂടിയാണ് പല കോണുകളിൽ നിന്നും പല രീതിയിലും കേസുകളൊക്കെ കൊടുക്കുന്നത് നമ്മൾ കണ്ടത്. അല്പം മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഗുരുവായൂരിൽ കഴിഞ്ഞ വർഷം, കഴിഞ്ഞ 2021 ചില സാങ്കേതിക കാരണങ്ങളാൽ NDAക്ക് സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നില്ല. അവിടെ അന്ന് നേടാൻ സാധിച്ചത് 6294 വോട്ടുകളാണ്. അവിടെ LDF സ്ഥാനാർത്ഥിക്ക് അന്ന് ഭൂരിപക്ഷം 18268 വോട്ടുകളാണ്. അങ്ങനെ ഇത്രയധികം ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന ഒരാൾ ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പ്രദേശത്തോട് കാണിക്കുന്ന ആ ഒരു നിന്ന, അത് തുറന്നു കാട്ടുകയായിരുന്നു ഗോപാലകൃഷ്ണൻ നടത്തിയിട്ടുള്ളത്. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 6 നിയമസഭാ മണ്ഡലങ്ങളിൽ BJP ലീഡ് ചെയ്തപ്പോഴും അത് ലീഡ് ചെയ്യാൻ പറ്റാതെ പോയത് ഗുരുവായൂരാണ്. എന്തായാലും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതങ്ങനെയല്ല, ആ ചിത്രം മാറ്റിമറിക്കും. ഗുരുവായൂരിലടക്കം BJP വ്യക്തമായിട്ടുള്ള മുന്നോട്ട് വരവ്, അല്ലെങ്കിൽ C ക്ലാസ്സിൽ നിന്ന് A ക്ലാസ്സിലേക്ക് മാറിക്കൊണ്ട് വലിയ അത്ഭുതങ്ങൾ കാട്ടാൻ പോകുന്ന ഒരു മണ്ഡലമായിട്ട് ഗുരുവായൂർ മാറുകയാണ്. അതിന്റെ എല്ലാ ദൃഷ്ടാന്തങ്ങളും, അല്ലെങ്കിൽ എല്ലാ സൂചനകളും C ക്ലാസ്സിൽ നിന്നും A ക്ലാസ് ആയ പല മണ്ഡലങ്ങൾ BJPയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. അത് ഗുരുവായൂരും അങ്ങനെ C ക്ലാസ് മണ്ഡലത്തിൽ നിന്നും A ക്ലാസ്സിലേക്ക് പോകുമോ അശ്വതി എന്ന വളരെ പ്രസക്തമായ മെയ് 4 വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ഗുരുവായൂരിൽ എന്ത് സംഭവിക്കും, അക്കൗണ്ട് തുറക്കുമോ എന്നൊക്കെ കണ്ടറിയണം. ഉറപ്പായും എന്തായാലും ഗുരുവായൂരിൽ ഈ തവണത്തെ NDA സ്ഥാനാർത്ഥി ഒരു വലിയ സംഭവം തന്നെയായിരുന്നു. അദ്ദേഹം ഉയർത്തിവിട്ട ചോദ്യം, അത് അശ്വതി കേവലം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലല്ല, കേരളത്തിൽ വരാൻ പോകുന്ന പല തെരഞ്ഞെടുപ്പുകളിലും ഉയരാൻ പോകുന്ന വളരെ പ്രസക്തമായ ചോദ്യമാണ്. ഗുരുവായൂർ പോലെ ഒരു ഹിന്ദു തീർത്ഥാടന കേന്ദ്രം ഇരിക്കുന്ന സ്ഥലത്ത് എന്തുകൊണ്ട് 1980 ശേഷം ഒരു ഹിന്ദു സ്ഥാനാർത്ഥിയെ നിർത്താൻ നട്ടലില്ല ഈ രണ്ട് മുന്നണികൾക്ക് എന്ന വളരെ പ്രസക്തമായ ചോദ്യം കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുന്നിൽ B ഗോപാലകൃഷ്ണൻ ഉയർത്തിവിട്ട തെരഞ്ഞെടുപ്പാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ കടന്നുപോയത്.